UDFിൽ സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞോ എന്ന് ചോദിച്ചാൽ സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞിട്ടില്ല. സ്ഥാനാർത്ഥി നിർണയം തുടങ്ങിയോ എന്ന് ചോദിച്ചാൽ അത് തുടങ്ങിയിട്ടുമില്ല. എന്നാൽ ചില നേതാക്കൾ, മുമ്പ് TN പ്രതാപനൊക്കെ ചെയ്ത കാര്യം തന്നെ, ചില നേതാക്കൾ പല സ്ഥലങ്ങളിലും കയറി ഇറങ്ങുന്നുണ്ട്. ഞാനാണ് നിയുക്ത സ്ഥാനാർത്ഥി, എനിക്ക് നിങ്ങളുടെ വോട്ട് വേണം, നിങ്ങളുടെ കരക്കാരോടും നിങ്ങളുടെ സമുദായത്തോടും നിങ്ങളുടെ ഇടവകക്കാരോടും പറയണം എനിക്ക് കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് തരണമെന്ന്. അപ്പോ കേട്ടവരൊക്കെ ചോദിച്ചു, അതിന് പ്രഖ്യാപനം നടന്നില്ലല്ലോ. ഇല്ല, എനിക്ക് ഉന്നതങ്ങളിൽ നിന്ന് ഉറപ്പ് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ ഉന്നതങ്ങളിൽ നിന്ന് ഉറപ്പ് ലഭിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ പല സ്ഥലങ്ങളിലും കയറി ഇറങ്ങി നടക്കുന്നുണ്ട്. തൃശ്ശൂരിൽ ഇത് കൈയോടെ പൊക്കി. തൃശ്ശൂരിൽ നമുക്കറിയാം, തൃശ്ശൂരിൽ പാർലമെന്റ് ഇലക്ഷൻ പ്രഖ്യാപിച്ചപ്പോൾ TN പ്രതാപൻ അവിടെ ചുമരെഴുത്തൊക്കെ തുടങ്ങി. TN പ്രതാപനാണ് അവിടുത്തെ സ്ഥാനാർത്ഥി, TN പ്രതാപൻ തന്നെയായിരിക്കും സ്ഥാനാർത്ഥി എന്നൊക്കെ പറഞ്ഞ് ഏറെ ദൂരം മുന്നിൽ പോയി. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഔദ്യോഗിക പ്രഖ്യാപനം വന്നപ്പോൾ TN പ്രതാപന് പകരം K മുരളീധരൻ അവിടെ സ്ഥാനാർത്ഥിയായി. പ്രതീക്ഷിച്ച ഫലം എന്താണ്? K മുരളീധരൻ വിജയിക്കുമെന്നൊക്കെ പറഞ്ഞാണ് ഇയാളെ വടകരയിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റിക്കൊണ്ടുവന്ന് മത്സരിപ്പിച്ചതൊക്കെ. പക്ഷേ K മുരളീധരൻ 8 നിലയിൽ പൊട്ടി തരിപ്പണമായി. അവിടെ സുരേഷ് ഗോപി ജയിക്കുകയും ചെയ്തു. ഇക്കുറി തൃശ്ശൂരിൽ ഒല്ലൂര് ആ ഭാഗത്തൊക്കെയാണ് അവര് ചില ഒരു നേതാവ് ഇങ്ങനെ ഇടവക വികാരിയെ പോയി കണ്ടിട്ട് പറഞ്ഞു, ഞാനാണ് ഇവിടുത്തെ UDFിന്റെ, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ നിയമസഭ MLA കാൻഡിഡേറ്റ്, എനിക്ക് എന്നെ ഫാദർ സഹായിക്കണം, സാമ്പത്തികമായിട്ടല്ല, ആ വോട്ട് തരാൻ ഇടവകക്കാരോടും പരിചയക്കാരോടും കമ്മിറ്റി അംഗങ്ങളോടും ഒക്കെ പറയണം, എനിക്ക് വോട്ട് തരണം എന്ന് പറയണം എന്ന് പറഞ്ഞു. വികാരി അച്ഛൻ വളരെ സന്തോഷത്തോടു കൂടി അയാൾക്ക് വന്ന ആളിന് ചായയും പലഹാരവും ഒക്കെ കൊടുത്ത് ഒരു ഷേക്കനൊക്കെ കൊടുത്ത് പറഞ്ഞു വിട്ടു. ഒരു അരമുക്കാൽ മണിക്കൂർ കഴിഞ്ഞപ്പോൾ അടുത്ത സ്ഥാനാർത്ഥി വരുന്നു. അതും UDF ക്യാമ്പിൽ നിന്ന് തന്നെ, അതും കോൺഗ്രസ്സുകാരൻ തന്നെ, വൈദികന് നല്ല പരിചയമുള്ള ആളെന്ന് തന്നെ. അയാളും വന്ന് ഇതേ കാര്യം പറയുന്നു. അപ്പോൾ വൈദികന് ഒരു കൺഫ്യൂഷൻ. നേരത്തെ ഒരാൾ വന്നു, ഇതാ ഇപ്പോൾ അടുത്തൊരാൾ വരുന്നു. വൈദികൻ ഇയാൾക്കും ചായയും പലഹാരവും ഒക്കെ കൊടുത്ത് ഇറക്കി വിട്ടെങ്കിലും അയാൾ പോയ ശേഷം, അതിഥി പോയതിനു ശേഷം നേരെ DCC ആഫീസിൽ വിളിച്ചു. DCC ജനറൽ സെക്രട്ടറിയോട് ചോദിച്ചു, ഈ 2-3 പേര് ഇങ്ങനെ വരുന്നുണ്ട്, ഇലക്ഷൻ അവരാണ് സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും തരത്തിൽ ഒരാൾ വന്നിരുന്നുവെങ്കിൽ നമുക്ക് വിശ്വസിക്കാമായിരുന്നു. ഇത് 2-3 പേരൊക്കെ വരുമ്പോൾ ആരാകും സ്ഥാനാർത്ഥി, ആരെയാണ് സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നത് ഇവരിൽ? അപ്പോഴാണ് DCC പ്രസിഡന്റ് അറിയുന്നത്, എന്റെ പൊന്നെ, ഇവരിതാ സ്വയം പ്രഖ്യാപിത നിയുക്ത സ്ഥാനാർത്ഥിമാരായി പലരും പലയിടങ്ങളിലും വോട്ട് അഭ്യർത്ഥിച്ച് നടക്കുന്ന കഥ. ഉടനെ DCC പ്രസിഡന്റ് പറഞ്ഞു, അയ്യോ അച്ചോ, അങ്ങനെ ഒന്നും കൊടുത്തേക്കരുത്, പൈസ ഒന്നും കൊടുത്തേക്കരുത്, ചായ കൊടുത്തത് അച്ഛന്റെ സ്നേഹം, പലഹാരം പോലും കൊടുക്കരുത്, വന്നപാടെ ആട്ടി ഇറക്കിയേക്കണം, ഇത് കേന്ദ്രത്തിൽ നിന്ന് പ്രഖ്യാപിക്കും സ്ഥാനാർത്ഥികളെയൊക്കെ, സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാൽ അച്ഛനെ ഞാനങ്ങ് വിളിച്ചറിയിച്ചേക്കാം ഇയാളാണ് സ്ഥാനാർത്ഥി എന്ന്, അച്ഛൻ അറിഞ്ഞില്ലെങ്കിൽ അല്ലെങ്കിൽ വാർത്താ മാധ്യമങ്ങളിലൊക്കെ വരും ഇന്ന ആളാണ് സ്ഥാനാർത്ഥി എന്ന്. ഇത് പാർട്ടിയെ നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന കുറെ ആളുകളാണ്. അവരിങ്ങനെ കയറി ഇറങ്ങിയിട്ട് വൈദികരിന്നില്ല, പൂജാരിമാരുന്നില്ല, ഇമാംമാരുന്നില്ല, എല്ലാരെയും കയറിക്കണ്ട വോട്ടൊക്കെ അഭ്യർത്ഥിക്കും. എന്നിട്ട് പറയും പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കാനുള്ള തന്ത്രമാണിത്. എന്നിട്ട് പറയും എനിക്ക് ഇവരൊക്കെ വോട്ട് ചെയ്യാമെന്ന് പറഞ്ഞു, ഞാനാണ് ഇവിടുത്തെ സ്ഥാനാർത്ഥി, എന്നെല്ലാവരും കാത്തിരിക്കുകയാണ്, നിങ്ങൾ വേണമെങ്കിൽ അവരോട് വിളിച്ച് ചോദിക്കൂ, അവരെനിക്ക് വോട്ട് തരും, ഇവരെനിക്ക് വോട്ട് തരും എന്നൊക്കെ പറഞ്ഞ് പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കാനാണ് ഇത്തരക്കാരുടെ നീക്കമെന്ന് DCC പ്രസിഡന്റ് അച്ഛനോട് പറഞ്ഞു. ആ അച്ഛൻ അവിടെ വെച്ച് ഒതുക്കിയിരുന്നുവെങ്കിൽ സംഗതി പുറത്തറിയില്ലായിരുന്നു. അച്ഛൻ ചില അച്ഛനറിയാവുന്ന മാധ്യമ പ്രവർത്തകരോടും വിളിച്ച് ഇക്കാര്യങ്ങൾ സൂചിപ്പിച്ചു. പിന്നെ ചില ആളുകൾ ഈ നിയുക്ത സ്ഥാനാർത്ഥികൾ, സ്വയം പ്രഖ്യാപിച്ച നിയുക്ത സ്ഥാനാർത്ഥികൾ തന്നെ പോകുന്നിടത്തേക്ക് മാധ്യമങ്ങളെ വിളിക്കാതിരിക്കാനും മറന്നില്ല. അപ്പോൾ ചോദിച്ചു, പാർട്ടി നേതൃത്വം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥിത്വം പാടില്ലെന്ന്. പാർട്ടി നേതൃത്വം അങ്ങനെയൊക്കെ പറയും, നമ്മൾ പാർട്ടി നേതൃത്വത്തിന് അപ്പുറം നിൽക്കുന്ന നേതാക്കളാണല്ലോ, അതുകൊണ്ട് ഞങ്ങളെ അവര് ഉറപ്പ് തന്നു, ബേപ്പൂരിൽ PV അൻവർ ചെയ്യുന്നത് പോലെ നിങ്ങളും നിങ്ങളുടെ മണ്ഡലത്തിൽ ചെയ്തുകൊള്ളൂ എന്ന് ഉറപ്പ് കിട്ടിയിട്ടുണ്ടെന്നാണ്. അങ്ങനെ ഈ ഉറപ്പിന്മേൽ കുറെ നിയുക്തന്മാർ നിൽക്കുന്നുണ്ട്. ഈ നിയുക്തന്മാരൊക്കെ വിമതന്മാരായി വന്നു കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ കാര്യം കട്ട പുകയാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട.